റോസാപ്പൂ ചിന്ന റോസാപ്പൂ മുൻപേരെ ചൊല്ലും റോസാപ്പൂ. മുത്തശ്ശിയെ ഇതെന്താ റോസാപ്പൂവിന്റെ പാട്ടൊക്കെ പാടുന്നത്? റോസാപ്പൂവിന്റെ ഒരു പേരിലുള്ള സാധനം മുത്തശ്ശിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. ആണോ? എന്താ പാട്ട് ഓർമ്മ വന്നതാകുമ്പോ എല്ലാരോടും ഹായ് പറയണ്ടേ? അപ്പൊ പാട്ടിന് ഞാൻ ഹായ് പറയാൻ മറന്നു. അപ്പൊ എല്ലാവർക്കും ഹായ്. നമ്മളെന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാല് റോസാപ്പൂവിന്റെ വടയാണ്. അതെ, റോസാപ്പൂ വട. അപ്പൊ എല്ലാരും ഇപ്പൊ വിചാരിക്കുന്നില്ല റോസാപ്പൂ ചേർക്കണുണ്ടോന്ന്. അല്ല, നമ്മളെന്താന്ന് വെച്ചാല് ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും ആണ് ഇതിലെ പ്രധാനി. അപ്പൊ അതിന്റെ 2 കളറും കൂടെ കൂടി എന്ത് കളറാവും അതേ രീതിയിലുള്ള റോസാപ്പൂ കളർ അല്ലേ? അതെ. പിന്നെ എനിക്ക് ഇതാ സവാള 1, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എടുക്കട്ടെ, അരിമാവ്, അരിപ്പൊടി, കറിവേപ്പില, ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അല്ലേ? അരിമാവ് കേട്ടോ. നമ്മളിവിടെ അറുത്ത നല്ല ഫ്രഷ് കഴുകി വെച്ചതാണ് കറിവേപ്പില. എന്നാ തുടങ്ങിയാലോ? തുടങ്ങാ നല്ല അരിഞ്ഞോളൂ കേട്ടോ. അരിയട്ടെ കേട്ടോ. ഞാൻ മറ്റേ അതുകൊണ്ട് ചിരണ്ട. നമ്മ ചിരണ്ടണ ആളാ? എനിക്ക് അരിന്റെ ഇഷ്ടം. നമ്മ മറ്റേ ചിരണ്ട സാധനം ഇവിടെ അമ്മ ആ കുഴൽ പോലത്തെ കൊണ്ടുവന്ന് എടുക്കൂ. പ്ലേറ്റിൽ വെക്കാം. തൊപ്പി പോലെ ഇവിടെ അടുത്തേക്ക് കൊണ്ടുവന്ന വൃത്തിക്ക് കാണാം. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കഴുകി വെച്ചതാട്ടോ. എന്നിട്ട് ഇത് ചിരണ്ടിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഇതിലിങ്ങനെ ഇതാക്കി കൊടുക്കാം. സ്ലൈസ് ചെയ്യല്ല, അരിഞ്ഞെടുക്കാം. വേഗം അരിഞ്ഞോളുന്ന കത്തി എന്തിനാ? അല്ല, ഇത് തോല് വേണ്ട, അത് ഓൾറെഡി നല്ല വൃത്തിക്ക് കഴുകിയതാ. ബീട്രൂട്ടിന്റെ തോലല്ലേ? വെറുതെ നിക്കണ്ടേ? അതാണ് ഇപ്പൊ ഉണ്ടായത്. അമ്മ റോസാപ്പൂവിന്റെ തോല് കളയാണ്. വേറെ വിശാന്തി എടുത്താലോ? അല്ല, ഇതിപ്പോ കഴിയേ എളുപ്പമുണ്ടല്ലോ. മുത്തശ്ശി ഇവിടെ ഇഞ്ചി തോല് കളയാ മുത്തശ്ശി. പിന്നെ നമ്മളെ വീഡിയോയില് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ അടുത്ത വീട്ടില് മോട്ടർ അടിക്കുന്ന സൗണ്ടാണ്. അപ്പൊ ഭയങ്കരമായിട്ട് അത് ഡിസ്റ്റർബ് ചെയ്യണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാരും ക്ഷമിക്കുക ഞങ്ങളോട്. കേൾക്കുമ്പോഴേ ഭയങ്കര ഒരു ഇത് തോന്നും. അപ്പൊ ഇനി എന്തൊക്കെയാണ് പരിപാടി? റോസാപ്പൂ കരിഞ്ഞ അമ്മ ഇങ്ങോട്ട് വന്നാലേ അമ്മേനെ കാണുന്നുള്ളൂ. മുത്തശ്ശി ഉള്ളി തോല് കളയാ? കരയാൻ നോക്കട്ടെ. മുത്തശ്ശി കരച്ചില് വരില്ല. മുത്തശ്ശി കൊറേ കരഞ്ഞു കഴിഞ്ഞതാ. അയ്യോ, കരഞ്ഞാ പറ്റില്ല. അയ്യോ, മുത്തശ്ശിയുടെ മുഖത്തതാ കൊതുക് കേട്ടോ. മുത്തശ്ശി കടിക്കില്ലല്ലോ. ഇതാ അവിടെ ഞാൻ കഴുകിട്ട് പറഞ്ഞത്ര പോരിയ വീട്ടിൽ നിന്ന് പറയുന്നത് കേട്ടിട്ടോ? കൊതുക് എന്ത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് പോരുകയെന്ന് അറിയോ? ഇല്ല. എനിക്ക് അരി വെക്കണ്ട പറഞ്ഞിട്ട് അത്ര പോരുക. അങ്ങനെ പണ്ട് പറയുന്നേക്കാം. എന്താ വെച്ചാല് ഞാൻ കുടിച്ചിട്ട് വരാന്നോ? ചോര കുടിച്ചു വരും. അല്ലെങ്കിൽ അതിന് നമ്മള് കൊല്ലുമല്ലോ. എന്തായാലും എനിക്ക് ഭക്ഷണം വേണ്ട. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെയാണ്. ആദ്യം കേൾക്കുക. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അതാ, ഇനി മക്കളാരൊക്കെ ഇതിങ്ങനെ കേട്ടിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇനി ഇതൊക്കെ ചിരണ്ടി എടുക്കട്ടെ കേട്ടോ. ആദ്യം ബീട്രൂട്ട് ചിരണ്ട. നമ്മളന്ന് ചുങ്കം പോയപ്പോ അവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാ. നല്ല സുഖം പിടിക്കാനും ഉണ്ട്. ഇത് ഓൺലൈനിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ പറഞ്ഞപ്പോൾ. അപ്പൊ അത് ഞാൻ കിട്ടുകയാണെങ്കിൽ ലിങ്ക് കൊടുക്കാം. ഇതിലെല്ലാം ചേർണ്ട് മറ്റേലാണേ. ഞാൻ വെച്ചത് എന്തത് അല്ല, ഇങ്ങനെ വേണം. ഇതാ ഇങ്ങനെ വേണം നമുക്ക് സാധനം കിട്ടാൻ. മറ്റേത് ഭയങ്കരമായിട്ട് ശരിയാ. ചിരണ്ടി പോലെ വരണം. ഇതമ്മ നല്ലോണം കൂടെ ആയി. മറ്റോടത്താണ് ആക്കേണ്ടത് കേട്ടോ. 3-4 ഉള്ളതുകൊണ്ടേ ഏതാണ് സംശയമായി. അതാ പക്ഷെ ഇതവിടെ കുനുകുനാന്നരിയണോ ഇഞ്ചി. എല്ലാരും കണ്ടു. അത്ര ചെറുതാക്കി അരിയാൻ വയ്യ. പോണേന്റെ മുമ്പേ ഒരു ദിവസം നമുക്ക് ആ നാരങ്ങ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നാരങ്ങ കഞ്ഞിക്കൊക്കെ നല്ല സ്വാദാവും. അപ്പൊ ഇനി നാരങ്ങ എല്ലാം കിട്ടുമ്പോ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ ഓക്കെ.
നമ്മളെ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് അല്ലേ? ബീട്രൂട്ടിന്റെ കളറാണ് കൂടുതൽ റോസാപ്പൂല്ലേ? അതെ എടുത്ത് കാണിക്കുക. മാള് വരുമ്പോ കൊടുക്കാം. മാള് വന്നിട്ടില്ലല്ലോ? നാളെ എത്തിയിട്ടില്ല. അതാ 4:30 എത്താൻ. കുഞ്ഞാക്ക് ഉച്ച വരെയുള്ള എത്ര സമയം? 4:15. 4:20, 4:15 കഴിയും വരാൻ. കുഞ്ഞാക്ക് ഉച്ച വരെ ഉള്ളൂ. കുഞ്ഞാവ് ഉറങ്ങാണ്. ഇതിപ്പോ ഒരു ബീട്രൂട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി ക്യാരറ്റ് ഇതുപോലെ ചെയ്യട്ടെ. മാറുമോ? ഇല്ല. എന്തൊക്കെ ഓരോ മോഡലാ വരിക. ഇതാ വേറൊരു ടൈപ്പ്. ഇതെന്താ ഇതിന്റെ? അത് കുറച്ചും കൂടെ ഈ കക്കരി മോഡല്. ആ. അപ്പൊ എല്ലാരും ഇതേപോലെ റോസാപ്പൂ ഇവിടെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അത് ആദ്യം തന്നെ പറയാണ്. കൊതു അടിക്കുന്നുണ്ട് എന്നെ. അത് കറക്റ്റാ മുത്തശ്ശിയെ? അത് മതി. അതെ. അല്ല അത് എന്തായാലും നുറുക്കി വെച്ചില്ലേ, അതുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ വളരെ കുഞ്ഞതായിട്ടാണ് നുറുക്കുക. കുറച്ച് ഉപ്പിട്ടോ. ഉപ്പ് വേണ്ടേ? അതെ, നമ്മൾ മാവില് കുറച്ചുണ്ട്. അരിമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെ ദോശയുടെ ഒക്കെ മാവ്. ആ മതി. ഇനി ഇതാ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ കളറ് ഇട്ട് സൂപ്പറാവും. ലാസ്റ്റ് അല്ലേ അരിപ്പൊടി ഇടണ്ടേ? പക്ഷെ ഇത് ഇളക്കാൻ എന്തെങ്കിലും സാമഗ്രി ഉണ്ടോ? കൈ പോരെ? കൈകൊണ്ട് ഇളക്കിക്കോളൂ. കൈകൊണ്ട് ഇങ്ങനെ ഇടണല്ലോ അല്ലേ? പിന്നെ കൈ അയച്ചിട്ട് കുഴപ്പമില്ല. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഇതും കൂടെ ഇടാണ്ട്. ഇത് ചെയ്തിട്ടാവാം മിക്സ് ചെയ്യലേ. ഒക്കെ ഒപ്പിട്ട് മിക്സ് ചെയ്യായിരുന്നു. ഇതും കൂടെ ഇടാം. ഞാൻ കളറ് കാണാൻ വേണ്ടി. അതെ, ഇത് മാത്രമാകുമ്പോ കാണാനൊരു ഭംഗിയാണ്. നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മളെ നൈസ് അരിപ്പൊടിയും കൂടെ ഇതിൽ ചേർക്കണം കേട്ടോ. കരിവേപ്പിൻ്റെ ഇല്ല, അതും കൂടെ വേണം. അരിപ്പൊടി കുറച്ച് മതിയില്ലേ? കാരണം അതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടി മാത്രം മതി. വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. നമ്മൾ കറിവേപ്പിൻ്റെ പുറത്ത് കൈകൊണ്ട് ഊരിയിട്ടാൽ മതി. ഒന്ന് നടുവാക്കിയിട്ട്. അല്ല, ഒന്ന് ഇതാക്കി ഒന്ന് ചീന്തിയിടും. ഒന്ന് ചീന്തിട്ടോളൂ മുത്തശ്ശി. ഞാൻ നുറുക്കണോ ചോദിച്ചപ്പോ വേണ്ട. നുറുക്കല്ല, കൈ കൊണ്ട് നുറുക്കുക. അതെ, മറ്റേ പോലെ നുറുക്കിയൊരു സുഖമില്ല. നമ്മളൊരു വെറൈറ്റി വടയാണത്. ഈ റോസാപ്പൂ വട കുട്ടികളൊക്കെ പറഞ്ഞ് പറ്റിക്കുക. കളറൊക്കെ കാണുമ്പോഴേ കുട്ടികൾ കഴിക്കും. പിന്നെ ഇതില് പച്ചക്കറികളും ദോശമാവുമാണല്ലോ ഉള്ളത്. ഉഴുന്നോ അങ്ങനെ. ഞാൻ പുട്ടുണ്ടാക്കിണ്ടായിരുന്നു ആദ്യം. ബീട്രൂട്ട് പുട്ട്, പിന്നെ ക്യാരറ്റ്. ക്യാരറ്റ് പുട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. പച്ച കളർ കിട്ടും. അത് ചെയ്തില്ല. അങ്ങനെ എല്ലാ പണിയും അങ്ങനെ ചെയ്യൊക്കെ ചെയ്യും. അങ്ങനെ പച്ചക്കറി അകത്ത് ചേർത്തോളൂ. അതെ, കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്ത കുഞ്ഞാവെ പോലുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എരിവ് വേണ്ട തന്നെ. മുളകേ ഇടണ്ട. നല്ല സ്വാദാട്ടോ ഇത്. അപ്പൊ എത്രയും കുട്ടികൾ കഴിക്കുന്നു കളറ് കണ്ടിട്ടേ. കാണിക്കാമേ. ഈ രീതിയിലാവേണ്ടത്. ഈ രീതിയിലാണ് ആവേണ്ടത്. ഇനി നമ്മളിങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ എന്താണ്. ഉള്ളിവട ഉണ്ടാക്കാറില്ല. അതെ, ഉള്ളിവട പോലെ. ഉപ്പുണ്ടോ? ഉപ്പുണ്ട്. പിന്നെ ഒരു പുളിയൊക്കെ ഉണ്ട്. ദോശയുടെ മാവല്ലേ, അത് സ്വാദുണ്ട് കേട്ടോ. എന്നാ നമുക്ക് ചെയ്താലോ? കത്തിക്കുക. ഇത് വേണമെങ്കിൽ ദോശയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാല്ലേ? റോസാപ്പൂ ദോശ. പിന്നെ മാത്രല്ല ഇങ്ങനെ കുറച്ച് കട്ടിയില് ഊത്തപ്പം പോലെ. അതെ, അതേപോലെ ചെയ്യും. ഓട്ടടയോ? ഓട്ടട അങ്ങനെ കനത്തിൽ ഇങ്ങനെ പരത്തി ഉണ്ടാവും. ഇതിന് നടുക്ക് പിന്നെ നാളികേരും ശർക്കരയും കൂട്ടുകൂട്ടി നമ്മള് തിരുമധുരത്തിന് ആ മാതിരി കൂട്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ മടക്കുക. പിന്നെ അതാണ് ഓട്ടട. അമ്മ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? അല്ല, ഞാൻ മുത്തശ്ശി ക്യാമറയ്ക്ക് നോക്കൂന്ന് പറഞ്ഞതാ. ഗ്യാസ് കത്തിക്കുക. എന്നിട്ട് വെച്ചോളൂ. ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണയൊക്കെ ഒഴിക്കായി. ആട്ടി വെളിച്ചെണ്ണയാണ്, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുത്തശ്ശി ആട്ടിയതാണതേ. 8-9 ലിറ്റർ ആട്ടി വെച്ചിട്ടുണ്ട്. പതിവ് ഞങ്ങളിങ്ങനെ ഇതൊക്കെയാണ് എടുക്കാറ് എണ്ണ പലഹാരങ്ങൾക്ക്. അന്ന് എന്തിനാ വേറെ എന്തിനാ അമ്മ എടുത്ത നമ്മള്? ഗ്യാസ് ഒന്നുകൂടെ കൂട്ടോ മുത്തശ്ശിയെ? ഫുള്ളായി അമ്മ. ഇത്ര തന്നെയാവുള്ളൂ. എന്താ കത്താത്തത്? കത്തുന്നില്ലേ? ഓണാക്കിയിരിക്കുന്നത് കുറവാ. അല്ലെങ്കിൽ
അടുപ്പ് കുറച്ച് കുറവാ തോന്നുന്നു കത്തുന്നത്. അപ്പൊ ഇതോ? ഇതാണ് അതെ. അപ്പൊ നമ്മളെ എണ്ണയൊക്കെ ചൂടായി. ഇനി നമുക്ക് ഓരോന്നായിട്ട് റോസാപ്പൂ വട റെഡിയാക്കാം. ഗ്യാസ് ഒന്ന് സിമ്മൊന്ന് മാറ്റട്ടെ. കുറച്ച് വലുതാക്കി ഇടുന്നുണ്ട്, അതെന്ത്? നല്ല വേഗം കഴിയും. അല്ലെങ്കിൽ വേഗം ഇങ്ങനെ നിക്കേണ്ടി വരും അല്ലേ? ആ അത്ര തളിരല വേണമെന്നില്ലേ മുത്തശ്ശിയെ? കുറച്ച് നാക്കല വേണമെന്നില്ലേ? ചീന്ത കിട്ടിയതി. മുത്തശ്ശി എപ്പോഴൊക്കെ ഇല എടുക്കാൻ വേണ്ടി പോയണ കേട്ടോ തൊടിക്ക്. ഇന്ന് മഴ ഇല്ലാന്നാ തോന്നുന്നു. ചൂടുണ്ട് അല്ലേ? മഴ ഇല്ലെങ്കിലോ? ഭയങ്കര ചൂട്. പിന്നെ ഇതൊക്കെ മറച്ചിടാം കേട്ടോ. കളർ കണ്ടില്ലേ എന്താ ഭംഗി കാണാൻ. ഇങ്ങനത്തെ നല്ല വെറൈറ്റി സ്നാക്കുകളെല്ലാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവർക്കൊക്കെ നല്ല ഈ വടക്ക് ചെറിയൊരു പുളി ഉണ്ടാവും കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെ, പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ടേ. ബാക്കി വന്ന ദോശമാവ് ഇപ്പൊ എപ്പോഴും അല്ല, അത് മാത്രല്ല പരിപ്പ് പിന്നെ ഉഴുന്ന് അതൊന്നും നമ്മളെ വീട്ടിലില്ലെങ്കിൽ ഇത് എളുപ്പം വേഗം ഉണ്ടാക്കാൻ പറ്റും. മാവ് പിന്നെ ഇല്ലാത്തോടെ ഉണ്ടാവില്ലല്ലോ, എല്ലായിടത്തും ദോശമാവ് ഉണ്ടാവുമല്ലോ. ഇഡലി മാവോ വെള്ളം കുതിർത്തി ഇടേണ്ട ആവശ്യമില്ല. അതെ, ഒന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വലിയ പണിയില്ല, അരക്കണ്ട. അതൊക്കെയാണ് ഈ വട കൊണ്ടുള്ള ഗുണം. ഞാൻ ശരിക്കൊന്ന് നോക്കട്ടെ. ചിലവരെ മാവ് പുളിച്ചു നല്ലോണം പുളി വന്നു വെച്ചാൽ മുരിങ്ങയുടെ ഇല നന്നാക്കിയിടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. അത് പട്ടന്മാർക്കാണ് പ്രധാനം ഞാൻ കണ്ടിട്ടുള്ളത്. ഇതെന്തായി അമ്മ? ആയിക്കൊണ്ടിരിക്കണമോ, രണ്ട് ഭാഗം മറിച്ചിട്ടാൽ ഒരുപോലെ വേവുള്ളി. നല്ല കോളിഫ്ലവർ ഫ്രൈ പോലെ ഉണ്ട് അതെ കാണാൻ. കോളിഫ്ലവർ ഫ്രൈ ഒക്കെയാണ് ഇത് നമ്മൾ ആയും കഴിയുമ്പോ തന്നെ ഇങ്ങനെ തിന്നാൻ തുടങ്ങും. എടുത്താൽ പോരെ? മതി, ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. ആ കൊട്ടയിലല്ല, ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ. ഫാനില്ലാതെ നിൽക്കാൻ വയ്യ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പൊക്കെ റെഡിയായി. ഇനി നമുക്കിത് കൊട്ടയിലേക്ക് മാറ്റാം കേട്ടോ. എന്താ നല്ല രസമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതെ, നമ്മളെ റോസാപ്പൂ വട അവസാനത്തെ ട്രിപ്പായിട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആളോ എങ്ങനെയുണ്ട്? അയ്യോ, ഭക്ഷണം അങ്ങനെ പോകുന്നു. മാള് സ്കൂളിട്ട് വന്നല്ലേ ഉള്ളു ഇപ്പൊ? മഴക്കാറുണ്ട്. കഴിക്കാൻ വലിയ എരിവൊന്നുമില്ല. അതെ അതെ, എന്തായാലും കുഞ്ഞാക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ എന്റെ കേക്കൊക്കെ ഇപ്പൊ തീർക്കും. അപ്പൊ മക്കളെ റോസാപ്പൂ വടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ നല്ല ക്രിസ്പി അതെ, നല്ല ക്രിസ്പി, മുരിഞ്ഞ വട. മുരിഞ്ഞ വട. മുത്തശ്ശി അതിൻ്റെ ടേസ്റ്റ് നോക്കി ഇഷ്ടമായി. വലിയ എരിവില്ല, അപ്പോൾ കുട്ടികൾക്കൊക്കെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ. ബൈ ബൈ.